ആർട്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ആ ക്രിസ്മസ് വൈൻ്റെ ലാസ്റ്റ് സ്റ്റേജുമായിട്ടാണ്. അപ്പൊ ഞാൻ അന്ന് ക്രിസ്മസ് വൈൻ ആൻഡ് ഒരു പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് എനിക്ക് അതിന്റെ കമന്റ്സ് അയച്ചിരുന്നു, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ പാർട്ട് 2വുമായിട്ടാണ് വന്നിരിക്കുന്നത്. 3 ടൈപ്പ് വൈനാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത്. ഒന്ന് നമ്മുടെ ഫ്രൂട്ട് വൈൻ, മൊസാമ്പിയും സ്ട്രോബെറിയും കൂടി ചേർത്തിട്ടുള്ള ഒരു വൈനാണ് ചെയ്തത്. പിന്നെ ഒന്ന് ജിഞ്ചർ വൈൻ, പിന്നെ ഒന്ന് ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്സിന്റെ വൈൻ. അപ്പൊ ഇത് മൂന്നും ഇപ്പൊ 21 ദിവസം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ അതാ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് എല്ലാ ഡേയ്സും നമ്മളൊന്ന് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 11ാമത്തെ ദിവസം അതിനെ അരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും 10 ദിവസം വെച്ചതിന് ശേഷം 21ാം ദിവസം നമ്മുടെ വൈൻ റെഡി ആവുമെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സ്റ്റേജസ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കൂടെ ചെയ്ത എല്ലാവർക്കും ഇത് കറക്റ്റിന് തന്നെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അത് ചെയ്തു നോക്കിയെങ്കിൽ അതിന്റെ അഭിപ്രായം പറയുക. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ നമ്മുടെ വൈൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാനിത് അരിച്ചതിന്റെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പൊ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ 10 ദിവസം ഒരേപോലെ ഇതുപോലെ ഒരു തടിയുടെ ഒരു തവിയൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തതിന് ശേഷം 11ാമത്തെ ദിവസമാണ് ഞാനിത് അരിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ തന്നെയാണ് ഡെയിലി ഒരേ സമയത്താണ് ഇളക്കി കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഈ മൊസാമ്പിയും സ്ട്രോബെറിയും കൂടി ചേർത്തൊരു വൈൻ റെഡിയാക്കിയില്ലേ, അതിനെയാണ് ഞാൻ ആദ്യം അരിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു വൈൻ നമുക്ക് അരിച്ചെടുക്കണം. ഇതുപോലൊരു മുണ്ടിന്റെ തുണിയോ അല്ലെങ്കിൽ ഒരു നേരിയതിന്റെ തുണി, അങ്ങനെ നല്ലൊരു കോട്ടൺ തുണിയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ അരിപ്പിൽ അരിക്കരുത്. കാരണം ഒരു ചെറിയ തരി പോലും വൈനിൽ വരാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ തുണിയിൽ അരിക്കുന്നത്. അപ്പം മാത്രമല്ല നല്ല പ്യുവറായിട്ട് നമുക്ക് കിട്ടും. അതിൽ ഒരു അഴുക്കോ ഒന്നും വരാണ്ട് കറക്റ്റിന് അരിഞ്ഞ് കിട്ടും. അതിനാണ് ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതിലേക്ക് കിട്ടും. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് ആണോ എന്ന്. എന്തെങ്കിലും മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. നമുക്ക് ഇതേ ബോട്ടിലിൽ തന്നെ ഒഴിച്ചു വെക്കാൻ പറ്റും. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാനായിട്ട്. അതിൽ അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഒരു ഇച്ചിരിക്കടെ മധുരം ചേർക്കാൻ പോകുന്നുണ്ട് ഞാൻ. ഇപ്പം നമ്മുടെ ഷുഗർ, ഞാനൊരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തു. കാരമലൈസ് ചെയ്തിട്ട് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കാരമലൈസ് ഫോമിൽ ഈ ഒരു കളറിൽ നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ തണുപ്പിച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ആ വൈനിന് നല്ലൊരു കളർ കിട്ടും. നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ഓറഞ്ച് പിങ്ക് നല്ലൊരു കളർ കിട്ടും. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര തന്നെ ചേർത്തും കൊടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ റൂം ടെമ്പറേച്ചർ ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇപ്പം ഇത് നന്നായിട്ട് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ ഒരു വൈൻ്റെ അകത്തേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലൊരു കളറിൽ തണുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. എന്നിട്ട് ഇതിനി അടുത്തൊരു 10 ദിവസം കൂടി ഇരുന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ വൈൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തുണി വെച്ച് കെട്ടണമെന്നില്ല. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ തന്നെ നമുക്ക് അടച്ച് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. അധികം ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെ വെച്ചേക്കണം. അപ്പോൾ നമ്മളെ വൈൻ ഒരു 21st ഡേയിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റിന് വരും. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ജിഞ്ചർ വൈനാണ്. ജിഞ്ചർ വൈനും സെയിം അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു നല്ലൊരു തുണിയിൽ കറക്റ്റിനൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത വൈൻ പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ വൈൻ ഇപ്പോൾ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു നമ്മൾ ഡ്രൈ ഗ്രേപ്സ് കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ജ്യൂസും കൂടി ഇറങ്ങി വരാനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വേണം പിഴിഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടി ഇറങ്ങും. അപ്പോൾ നമ്മുടെ വൈനിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൽ മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ ഇഞ്ചിയുടെ കോൺസെൻട്രേറ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അത് ഓരോരുത്തർ കിട്ടുന്ന ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്
അനുസരിച്ചിരിക്കും. എന്നിട്ട് നമുക്കിത് വെക്കാം. പക്ഷെ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെ ചേർക്കണം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ക്ലീൻ ബോട്ടിലിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെക്കാം. ഇനി അടുത്തത് നമ്മുടെ ഡ്രൈ ഗ്രേപ്സിൻ്റെ ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്സിൻ്റെ വൈനാണ്. ഈ ഒരു വൈൻ 10-11 ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് അരിച്ചെടുക്കാം. അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 21 ദിവസം വരെ വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 21ാമത്തെ ദിവസം വേണമെങ്കിലും അരിച്ചെടുക്കാം. കാരണം അതിന് ഈ ഡ്രൈ ഗ്രേപ്സിന് അങ്ങനെ ഒരു ഇതാണ്, നല്ല ടേസ്റ്റ് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനും പക്ഷേ ഇതിപ്പോൾ ഒരു നമ്മുടെ എല്ലാം അരിച്ചെടുക്കുന്ന അതേ ദിവസം തന്നെ, അതായത് 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് ഞാനിതിവിടെ അരിച്ചെടുക്കുന്നത്. എല്ലാത്തിലും ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തുണിയിലേക്ക് നമുക്കിത് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇത് അരിച്ചെടുക്കാനായിട്ട് നേരത്തെ പോലെ തന്നെ ഒരു തുണി ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അരിക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം. കാരണം ആ ഒരു ഡ്രൈ ഗ്രേപ്സിൻ്റെ ജ്യൂസസ് എല്ലാം ഇതിലേക്ക് കിട്ടണം. അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ, ഇപ്പം നിങ്ങൾക്ക് വേറെ ബോട്ടിലിൽ വെക്കുന്നെങ്കിൽ വേറെ ബോട്ടിലിൽ വെക്കാം. ഞാൻ ഇതേ ബോട്ടിലിൽ തന്നെ വെക്കുന്നതുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്ത് നനവൊന്നും ഇല്ലാണ്ട് അതിൽ വേറെ വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ഡ്രൈ ഗ്രേപ്സിൻ്റെ വൈനും റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. പിന്നെ മധുരം കുറവെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മധുരം ഇടാം. എനിക്കിതിവിടെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിനെ അങ്ങ് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ 3 വൈനും ഇനി നമുക്ക് അടുത്ത ഒരു 10 ദിവസത്തിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോഴത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈൻ പ്രിപ്പറേഷൻ. ഇപ്പം നമ്മുടെ 21ാമത്തെ ദിവസമാണ്. നമ്മുടെ 3 വൈനും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല മണവും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കളറിലൊക്കെ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്ന് മുതൽ ഇത് സെർവ് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സെർവ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് പുറത്ത് വെച്ചേക്കാനും പറ്റും. എയർ ടൈറ്റ് ആവണമെന്നേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽസ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിരുന്ന് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈൻ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.